بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. എന്നൂനൽ മിസ്രിയോട് ചോദിക്കപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ഒരടിമ വഞ്ചിതമാക്കപ്പെടുന്നതിൽ ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യം എന്താണ്? ഒരാള് അവൻ്റെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ വഞ്ചിതനാകുന്നു, ഞാൻ വലിയ പുള്ളിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ വഞ്ചിതമായി കഴിഞ്ഞാൽ അവൻ നന്ദി എന്നുള്ളവനാകത്തില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങേയറ്റം എവിടം വരെ എത്തും? അപ്പോ അതിന് ദിന്നൂനുൽ മിസ്രി പറഞ്ഞ മറുപടി, കറാമത്തുകളും അള്ളാഹുവിന്റെ ലുത്തുഫുകളും എല്ലാം കൊണ്ടാണ് വഞ്ചിതമാകുന്നത്. എന്തെങ്കിലും എല്ലാം ആദരവ് അവന് കിട്ടുമ്പോൾ അവൻ അതിൽ വഞ്ചിതനായി തീരും. അവരറിയാതെ നാം അവരെ എന്ത് ചെയ്യും? ഞാമത്തുകളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് നന്ദി അവർക്ക് മറപ്പിച്ച് കളയും എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയാണ്, കമാകാല ഷാഇറു, ഒരു കവി പറഞ്ഞതുപോലെ, അഹ്സൻത ലന്നക ബിൽ അയ്യാമി ഇദ് ഹസുനത് വലം തഖാഫ് സൂഅ മാ യഅതി ബിഹിൽ ഖദറു. അഹ്സൻത, നീ നന്നാക്കി, ലന്നക, നിന്റെ ലന്നിനെ നീ നല്ലതാക്കി, ബിൽ അയ്യാമി, ദിവസങ്ങളെ കുറിച്ച്, ഇത് ഹസുനത്, അത് നന്നായപ്പോൾ, നിന്റെ ദിവസങ്ങൾ നന്നായി വന്നു, നന്മകളൊക്കെ ഉള്ളതായി. അപ്പൊ നിന്റെ ദിവസങ്ങളെ നീ നല്ലതായി ലന്നി ചെയ്തു. ആ ദിവസങ്ങളൊക്കെ വളരെ നല്ലതാണെന്ന് ലന്നി ചെയ്തു. പക്ഷേ വലം തഖഫ് സൂഅ മാ യഅതി ബിഹിൽ ഖദറു, ഓരോ ദിവസവും ഇബാദത്തും നന്മകളും എല്ലാം ചെയ്യുമ്പോൾ ആ ദിവസങ്ങളൊക്കെ എനിക്ക് നല്ലതാണ്, ആഖിറത്തിൽ പ്രയോജനം കിട്ടും, ഞാൻ വിജയിച്ചു എന്ന് നീ വെറുതെ ഇങ്ങനെ ലന്നി ചെയ്തു. വലം തഖഫ്, നീ ഭയപ്പെട്ടില്ല, സൂഅ മാ യഅതി ബിഹിൽ ഖദറു, അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടുവരുന്നതായ സൂഇനെ, തിന്മയെ നീ ഭയപ്പെട്ടില്ല. ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ കടുത്ത തീരുമാനം വേറെ ഉണ്ടെങ്കിലോ അതിനെ നീ പേടിച്ചില്ല. ബൽആമിന് വന്നതുപോലെ, ഇബ്ലീസിന് വന്നതുപോലെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രാത്രികൾ നിനക്ക് രക്ഷപ്പെട്ട് കിട്ടി, തിന്മയൊന്നും ചെയ്യാതെ. അങ്ങനെ ഫഖ്തറർത ബിഹാ, നീ അതിൽ വഞ്ചിതനായി. സഫുൽ ലയാലി, രാത്രികൾ തെളിയുന്ന അവസരത്തിലാണ് യഹ്ദുസുൽ ഖദറു, അതിൽ കലർപ്പുകൾ പുതുതായി ഉണ്ടാകുന്നത്. രാത്രികൾ തെളിഞ്ഞു വരുമ്പോൾ പിന്നീട് കലർപ്പുകൾ വരും, തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കാർമേഘങ്ങൾ വരും, അപ്പോ ഇരുട്ട് വ്യാപിക്കും. അതുപോലെ നിന്റെ ദിനരാത്രങ്ങളിൽ നന്മയുണ്ടാകും, പക്ഷെ അതിൽ തിന്മ വന്നുകൂടാം. അതുകൊണ്ട് നീ വഞ്ചിതനായി പോകരുത്. വാലം, നീ അറിയണം, അന്നക്ക, നിശ്ചയം, നീ കുല്ലമാസുർത്ത, നീ ആയപ്പോഴെല്ലാം, അക്രബ, അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവനാകുമ്പോഴെല്ലാം, ഫാംറുക, നിന്റെ കാര്യം, അഹ്വഫ്, ഏറ്റവും ഭയാനകമായിരിക്കും, വസ്അബ്, ഏറ്റവും ബുദ്ധിമുട്ടുമായിരിക്കും. അള്ളാഹുലേക്ക് അടുക്കും തോറും അതിനെതിരെ ചിലപ്പോൾ തട്ടിപ്പോകുമോ, അനുഗ്രഹത്തിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. വൽ മുആമലത്തു, ഇബാദത്ത്, അശദ്ദു വഅദഖു, ഏറ്റവും കഠിനമാണ്, ഏറ്റവും സൂക്ഷ്മവുമാണ് ഇബാദത്തിന്റെ കാര്യം. മുആമലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇബാദത്ത്. വൽ ഖത്തറു അലൈക അഅ്ളം, നിന്റെ മേൽ അപകടം വല്ലാത്ത ഭയാനകമാണ്. ഫഇന്ന ശൈഅ, ഒരു കാര്യം, കുല്ലമാ കാന അബ്ലഗ, ഏതെങ്കിലും ഒരു കാര്യം, കുല്ലമാ കാന അബ്ലഗ, അത് ഏറ്റവും കൂടുതൽ എത്തുമ്പോൾ, ഒലുവിനാൽ ഏറ്റവും അങ്ങേയറ്റത്ത് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ കാര്യം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുമ്പോൾ, ഇതൻ തലപാതെങ്ങാനും മറിഞ്ഞു പോയാൽ, കാന അസ്ഖബ ബുക്കുഅൻ, ഏറ്റവും മോശമായ രീതിയിലുള്ള വീഴ്ചയായിരിക്കും ഉണ്ടാവുക. ഏത് കാര്യവും ഏറ്റവും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറിഞ്ഞെങ്ങാനും പോയാൽ താഴേക്ക് വന്ന് പതിക്കുന്നത് കടുത്ത പതനമായിരിക്കും. അല്ലാഹു കാക്കട്ടെ. കമാ ഖീല മാ താറ തൈറുൻ ഫർതഫ ഇല്ലാ കമാ കാന
ഇല്ലാ കമാ താറ വഖഅ മാ താറ തൈറുൻ ഫർതഫഅ മാ താറ തൈറുൻ ഒരു പക്ഷിയും പറന്നില്ല ഫർതഫഅ അങ്ങനെ അത് ഉയർന്നില്ല ഇല്ലാ കമാ താറ അത് പറന്നതുപോലെ വഖഅ വീണിട്ടല്ലാതെ എത്ര ഉയരത്തേക്ക് പറഞ്ഞാലും ചിറകുകൾ ക്ഷീണിച്ച് തളർന്ന് ആ പക്ഷി താഴേക്ക് വീഴും. ഇതാണ് മനുഷ്യന്റെയും കാര്യം. എത്ര ഉയർന്നാലും താഴേക്ക് പതിക്കും. ഫൈദൻ അന്നേരത്തില്ല സബീല ഇലൽ അംനി നിർഭയതയിലേക്ക് ഒരു വഴിയില്ല. വയഗ്ഫാരി ശുക്രി ശുക്രിനെ അശ്രദ്ധമാകുന്നതിലേക്കും ഒരു വഴിയില്ല. ശുക്രിനത്തോട് അശ്രദ്ധമാകാൻ ഒരു വഴിയുമില്ല. അവൻ അശ്രദ്ധമാകാൻ പാടില്ല. അപ്പൊ തർക്കിൽ ഇബ്തിഹാരി അള്ളാഹുവിലേക്ക് താഴ്മ കാണിക്കുന്നതിനെ ഉപേക്ഷിക്കുന്നതിലേക്ക് ഒരു വഴിയില്ല. ഫിൽ ഹൈഫലി അള്ളാഹുവിന്റെ സുരക്ഷിതത്തിന്റെ വിഷയത്തിൽ ബിഹാലിൻ ഒരവസ്ഥയിലും ഒരു വഴിയുമില്ല. അള്ളാഹുവിനോട് താഴ്മ കാണിച്ചുകൊണ്ടേയിരിക്കണം, നന്ദി ചെയ്തുകൊണ്ടേയിരിക്കണം, നിർഭയമാകാൻ പാടില്ല. വകാന ഇബ്രാഹിം ഇബ്നു അദ്ഹമ ഇബ്രാഹിം അദ്ഹം റഹ്മഹുല്ലാ യഖൂലു അദ്ദേഹം പറയാറുണ്ടായിരുന്നു കൈഫ തഅമനു നീ എങ്ങനെയാണ് നിർഭയനാകുന്നത് ഏതവസ്ഥയിൽ ഇബ്രാഹിമുൽ ഖലീലു സ്വലവാത്തുല്ലാഹി വസ്സലാമു അലൈഹി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം യഖൂലു അദ്ദേഹം പറയുമായിരുന്നു വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം പഠിച്ചവനെ എന്നെയും എൻ്റെ സന്താനങ്ങളെ നീ അകറ്റണേ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ എന്നെയും എൻ്റെ സന്താനങ്ങളെ നീ അകറ്റണേ. ഇതൊരു നബിയാണ് അള്ളാഹുവിനോട് പറഞ്ഞത്. യൂസുഫ് സിദ്ദീഖ് അലൈഹി സ്വലാം സിദ്ദീഖായ യൂസുഫ് അലൈഹി സ്വലാം യഖൂൽ അദ്ദേഹം പറയുമായിരുന്നു തവഫനി മുസ്ലിമൻ എന്നെ നീ മുസ്ലിമായി വഫാത്താക്കണേ, എന്നെ നീ മുസ്ലിമായി വഫാത്താക്കണേ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വകാന സുഫിയാൻ സൗരി റഹിമഹുല്ലാ ലാ യസാലു യഖൂൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു അല്ലാഹുമ്മ സല്ലിം സല്ലിം അല്ലാഹുവേ നീ രക്ഷിക്കണേ, നീ രക്ഷിക്കണേ. നമ്മളും അത് പറഞ്ഞുകൊണ്ടിരിക്കുക, രക്ഷിക്കണേ രക്ഷിക്കണേ യജമാനായ അള്ളാഹുവിനോട്. കാന്നൗഫി സഫീനത്തിൻ അദ്ദേഹം ഒരു വള്ളത്തിലായിരിക്കുന്നത് പോലെ യഖ്ശൽ ഖറക മുങ്ങലിനെ അയാൾ അദ്ദേഹം ഭയക്കുന്ന അങ്ങനത്തെ ഒരാളെ പോലെ, കപ്പലിലായിട്ട് കപ്പൽ മുങ്ങുന്നതിനെ ഭയക്കുന്ന ആളെ പോലെ സല്ലിം സല്ലിം പഠിച്ചവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ ബലഗന നമുക്ക് വിവരം കിട്ടി അൻ മുഹമ്മദ് ബിൻ യൂസുഫ് റഹ്മഹുല്ല മുഹമ്മദ് ബിൻ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് അന്നഹു കാല അദ്ദേഹം പറഞ്ഞു തഅമ്മൽതു സുഫിയാൻ സൗരിയ സുഫിയാൻ സൗരിയെ സംബന്ധിച്ച് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ലൈലത്തൻ ഒരു രാത്രിയിൽ. ഫബക്കൽ ലൈല അജ്മ അദ്ദേഹം ഒരു രാത്രി മൊത്തം കരഞ്ഞുകൊണ്ടേയിരുന്നു. ഫഖുൽതുലു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ആ ബുക്കാവുക്ക താങ്കളുടെ ഈ കരച്ചിൽ ഹാദാ താങ്കളുടെ ഈ കരച്ചിൽ അല ദുനൂബി പാപങ്ങളുടെ മേലാണോ, പാപം ചെയ്തതിന്റെ പേരിലാണോ? കാല അദ്ദേഹം പറഞ്ഞു ഫഹമല തിബിനതൻ അദ്ദേഹം ഒരു വൈക്കോൽ തുരുമ്പ് കയ്യിലെടുത്തു. ഹമല എന്ന് പറഞ്ഞാൽ അഹദ അദ്ദേഹം എടുത്തു. തിബിനത്തിന് ഒരു വൈക്കോലിന്റെ തുരുമ്പ്, വൈക്കോൽ കൊടി എന്ന് പറയും, ചെറിയൊരു വൈക്കോലിന്റെ കഷ്ണം, അതിനെ കയ്യിലെടുത്തു. ഒരു കാലം അദ്ദേഹം പറഞ്ഞു അത് ദമ്പു പാപം അഹുവനു അലല്ലാഹ് അള്ളാഹുവിന്റെ മേൽ ഏറ്റവും നിസ്സാരമാണ് മിൻഹാദ ഇതിനേക്കാൾ. പൈന്നമാ അഖ്ഷ ഞാൻ ഭയക്കുന്നത് അയ്യസുലിബനില്ലാഹുൽ ഇസ്ലാം അള്ളാഹു എന്ന് ഇസ്ലാമിനെ ഊരിക്കളയുമോ എന്നാണ് ഭയക്കുന്നത്. യാദുബില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പഠിച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. ആരാണ് മഹാനായ സുഫിയാൻ സൗരി? വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ച് നമസ്കരിക്കുമായിരുന്നു. സമയത്തു അന ഞാൻ കേട്ടു ബഅദൽ ആരിഫീന ആരിഫുകളിൽപ്പെട്ട ചിലരെ, ആരിഫുകൾപ്പെട്ട അള്ളാഹുവിന്റെ ആരിഫുകളായ ഔലിയാക്കൾപ്പെട്ട ചിലരെ ബഅദിനെ ഏതോ ഒരു ആരിഫിനെ എന്നർത്ഥം ഞാൻ കേട്ടു യഖൂൽ അദ്ദേഹം പറയുന്നതായിട്ട് ഇന്ന ബഅദൽ അംബിയാ അലൈഹിമുസ്സലാം നബിമാരിൽപ്പെട്ട ചിലർ ഏതോ ഒരു പ്രവാചകൻ സഅലല്ലാഹു തആല അള്ളാഹുവിനോട് അദ്ദേഹം ചോദിച്ചു അൻ അംരി ബൽആമിന് ബാവറയുടെ കാര്യത്തിനെ കുറിച്ച് വതർദിഹി അയാളെ ആട്ടി ഓടിച്ചതിനെ കുറിച്ചും ബഅദ തിൽക്കൽ ആയാത്തി ആ ഉന്നതമായ ദൃഷ്ടാന്തങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ബൽ കറാമാത്തി ബഹുമാനവുമെല്ലാം കിട്ടിയതിന് ശേഷം ആട്ടി ഓടിച്ചല്ലോ, എന്തിനാണ് ആട്ടി ഓടിച്ചത് എന്ന് ചോദിച്ചു. ഫഖാൽ അല്ലാഹു തആല അല്ലാഹു തആല അദ്ദേഹത്തിനോട് ഇൽഹാം മുഖേന പറഞ്ഞു ലം യസ്കുർനി യൗമൻ മിനൽ അയ്യാം ദിവസങ്ങൾപ്പെട്ട ഒറ്റ ദിവസമെങ്കിലും അവൻ എനിക്ക് നന്ദി ചെയ്തില്ല. അലാമാ അഅതൈതുഹു ഞാൻ അവന് നൽകിയ അനുഗ്രഹത്തിന്റെ മേൽ നന്ദി ചെയ്തില്ല. ഞാൻ വലിയ പുള്ളിയാന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു. വലവു ശക്കറനി അവൻ നന്ദി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അലാദാലിക്ക് ആ അനുഗ്രഹത്തിന്റെ മേൽ മറത്തൻ വാഹദത്തൻ ലമാ സലബത്തുഹു അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ അതിനെ ഊരിയെടുക്കുമായിരുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും നന്ദി ചെയ്തിരുന്നെങ്കിൽ. നന്ദിയുള്ളവരുടെ കൂടുതൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഫതയഖദ് അയ്യുഹ റജുൽ എടാ മനുഷ്യ നീ ഉണര്, വഖ്തഫിദ് നീ സുരക്ഷിതനാക്, ബിറുക്കിനി ശുക്രി ശുക്രാകുന്ന റുക്കിന് കൊണ്ട് ജിദ്ദൻ വളരെ കാര്യമായ നിലയിൽ നീ സുരക്ഷിതനാകുക, അങ്ങേയറ്റത്തെ സുരക്ഷിതത്വം നീ സ്വീകരിക്കുക.
നീ അതിനുവേണ്ടി പരിശ്രമിക്കുക. വഹമ്മദില്ലാഹ അലാ നിഅമിഹി, അള്ളാഹുവിന്റെ നിഅമത്തുകളുടെ മേൽ നീ അള്ളാഹുവിനെ സ്തുതിക്ക്. ഫിദ്ദീനി, ദീനിൽ നിനക്ക് അള്ളാഹ് നൽകിയ നിഅമത്തിന്റെ മേൽ. വഅലാഹ, നിഅമത്തുകളിൽ ഏറ്റവും ഉന്നതം അൽ ഇസ്ലാം വൽ മാരിഫത്തു, ഇസ്ലാമും മാരിഫത്തുമാണ്. വാദിന, അതിൽ ഏറ്റവും താഴെയുള്ളത് മസന്, ഉദാഹരണമായി തൗഫീഖു തസ്ബീഹ് എന്നത് തസ്ബീഹിനുള്ള തൗഫീഖാണ്. ഔ അസ്മത്തിൻ അൻ കലിമത്തിൻ ലാ തഅനീക, അല്ലെങ്കിൽ നിനക്ക് ആവശ്യമില്ലാത്തൊരു കലിമത്തിനകത്തോട് നീ ഒഴിഞ്ഞു നിൽക്കുക, അങ്ങനെ സുരക്ഷിതമാകാനുള്ള തൗഫീഖാണ്. അസാ അൻ യുത്തിമ്മ, അല്ലാഹു തആല പൂർത്തിയാക്കിയേക്കാം നിഅമഹു, അവന്റെ നിഅമത്തുകളെ അലൈക നിന്റെ മേൽ. വലാ യബ്തലിയക, നിന്നെ അവൻ പരീക്ഷിക്കാതിരുന്നേക്കാം. ബി മറാറത്തി സവാലി, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിന്റെ കയ്പ് കൊണ്ട് നിന്നെ അവൻ പരീക്ഷിക്കാതിരുന്നേക്കാം. അള്ളാഹ് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. കാരണം ഫൈന അമറൽ ഉമൂരി, കാര്യങ്ങളിൽ ഏറ്റവും കൈപ്പേറിയത്, വാസബാദിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അൽ ഇഹാനത്തു ബാദൽ ഇക്റാം, ഇക്റാം നൽകിയതിനു ശേഷം പിന്നെ നിന്ദിക്കുക എന്നുള്ളതാണ്. തറുദു ബാദ തഖ്ലി, അടുപ്പിച്ചതിനു ശേഷം ആട്ടി ഓടിക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വൽ ഫിറാഖു ബാദൽ വിസാൽ, ചേർന്നതിനു ശേഷം വിട്ടുപിരിയുക എന്നുള്ളതാണ്. ഏറ്റവും മോശമായ അവസ്ഥ അതാണ്. അല്ലാഹു തആല അൽ മാജിദുൽ കരീം, വളർമയുള്ളവനാണ്, മാന്യനാണ്. അർ റഊഫുർ റഹീം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഫസ്ലുൻ വ ജുംലത്തുൽ അംരി, ആകെ ചുരുക്കം, അന്നക നിശ്ചയം നീ, ഇദാ അഹ്സൻതൻ നളറ, നീ നെളറിന് നന്നാക്കി നല്ല രൂപത്തിൽ നീ ചിന്തിച്ചു, ഫി മിനനില്ലാഹി, അള്ളാഹുവിന്റെ ഔദാര്യങ്ങളിൽ, അൽ അള്ളാഹ് ഉന്നതമായ അലൈക നിന്റെ മേൽ അള്ളാഹ് ചെയ്ത ഔദാര്യങ്ങളിൽ നീ ചിന്തിച്ചു. വ അയാദിഹിൽ ജിസാമി അൽ കിറാമി, ഏറ്റവും മഹത്വമായ ബഹുമാനമുള്ളതായ അനുഗ്രഹങ്ങളെക്കുറിച്ചും, ലദീക അള്ളാഹ് നിന്റെ അടുക്കൽ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നീ ചിന്തിച്ചു. അങ്ങനത്തെ അനുഗ്രഹങ്ങൾ അല്ലത്തി ലാ തുഹ്സിഹ, അവകളെ കണക്കാക്കുകയില്ല, ആ അനുഗ്രഹങ്ങളെ കണക്കാക്കുകയില്ല, ആ അനുഗ്രഹങ്ങളെ കണക്കാക്കുകയില്ല. കൽബുക, നിന്റെ കൽബ് നിർണയിക്കുകയില്ല. വലാ യുഹീതു ബിഹ, അതിനെ നിർണയിക്കുകയില്ല. വഹമുക, നിന്റെ ധാരണ, അത്രത്തോളം അനുഗ്രഹങ്ങൾ. ഹത്താ, എത്രത്തോളം, ഖല്ലഫ്ത ഹാദിഹിൽ അഖബാത്തി സിആബ, ഈ ഞെരുക്കമുള്ള കടമ്പകളെയൊക്കെ നീ വിട്ടുകടന്നു. ഫവജത്തൽ ഉലൂമ, ഇൽമിനെ നീ എത്തിച്ചു. വൽ ബസായിറ, ഉൾക്കാഴ്ചകളെയും. വതതഹർത മിനൽ ഔസാരി, പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധിയായി. വൽ കബായിരി, വൻപാപങ്ങളിൽ നിന്നും. വസബഖ്തൽ ഹവായിക, ഹവായിക്കെല്ലാം നീ മുന്നിട്ടു, ഹവായിക്കിനെല്ലാം നീ മുൻകടന്നു. തടസ്സങ്ങൾ, ഇബാദത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതിനെല്ലാം വിട്ടുകടന്നു. വദഫഅത്തൽ അവാരിദ, ആരുതായ പുതുതായിട്ടുണ്ടാകുന്ന കുറെ കാര്യങ്ങൾ, അതിനെ നീ പ്രതിരോധിച്ചു. വല്ലഫിർത ബിൽ ബവാഹിസി, പ്രേരകങ്ങളായ കാര്യങ്ങളെ കൊണ്ട് നീ വിജയിച്ചു. ഇതെല്ലാം കഴിഞ്ഞു പോയതാ. വസലിംത മിനൽ ഖവാദിഹി, അമലുകളെ നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നീ രക്ഷപ്പെട്ടു. അതെല്ലാം ഉണ്ടായ. ഫകം ഹസലക, നിനക്ക് എത്രയാണ് കരസ്ഥമായത്. ഫിയാ, അനുഗ്രഹങ്ങളിൽ. മിൻ ഹസ്രത്തിൻ ഷരീഫത്തിൻ, മഹത്വമായ കാര്യത്തിനാൽ നിനക്ക് എത്രയോ മഹത്വമായ കാര്യമാണ് കരസ്ഥമായത്. റുത്ബത്തിൻ ആലിയത്തിൻ മുനീഫത്തിൻ, ഏറ്റവും ഉന്നതമായ എത്രയോ പദവികളാണ് നിനക്ക് കരസ്ഥമായത്. മുനീഫത്ത് റഫിയാത്ത് എന്നർത്ഥം. അവലുഹ, അവകളിൽ ആദ്യത്തെ തബ്സീറു, ഉൾക്കാഴ്ച നൽകലാണ്. തഅരീഫു, മാരിഫത്ത് നൽകലാണ്. വാഹിറു, അതിന്റെ അവസാനം തഖ്രീബ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കലാണ്. തശ്രീഫ്, മഹത്വപ്പെടുത്തലാണ്. അങ്ങനെ ഫതഅമ്മൽ തഫിയ, ആ അനുഗ്രഹങ്ങൾ നീ ചിന്തിച്ചു. ബിമിഖ്ദാരി അഖ്ലിക വ തൗഫീഖിക, നിന്റെ ബുദ്ധിയുടെയും തൗഫീഖിന്റെയും അളവ് കൊണ്ട് നീ ചിന്തിച്ചു. വശക്കർത്തല്ലാഹ അലാ ഖദ്രി തൗഖിക, നിന്റെ കഴിവിന്റെ അളവനുസരിച്ച് നീ അള്ളാഹുവിന് നന്ദി ചെയ്തു. ബി അൻ യശ്ഗല, എങ്ങനെ അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ എന്താണ്? ബി അൻ യശ്ഗല, നീ ചിന്തിക്കുമ്പം, നീ നന്ദി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ബി അൻ യശ്ഗല, അള്ളാഹു ജോലിയാക്കൽ കൊണ്ട്, ലിസാനക്ക, നിന്റെ നാവിനെ, ബി ഹംദിഹി, അള്ളാഹുവിന്റെ ഹംദുമായി വസനായുമായിട്ടും നീ അള്ളാഹു ജോലിയാക്കൽ കൊണ്ട്. വയംല കൽബക്ക, നിന്റെ കൽബിനെ അള്ളാഹു നിറച്ചു. ബി അളമത്തിഹി വ ബഹാഇഹി, അള്ളാഹുവിന്റെ മഹത്വം, അവന്റെ ബഹാ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മഹത്വം. ആ മഹത്വം കൊണ്ട് നിന്റെ കൽബിനെ അള്ളാഹു നിറയ്ക്കൽ കൊണ്ട്. വയുബല്യക, അള്ളാഹു നിന്നെ എത്തിക്കുന്നു. മബലകൻ, ഒരു സ്ഥലത്തേക്ക്. യഹൂലു ബൈനക്ക, അത് നിന്റെയും ബൈന മഅസിയാനിഹി, അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നതിന്റെ ഇടയിൽ മറയിടും. അങ്ങനത്തെ ആ മബലകിലേക്ക് നിന്നെ അള്ളാഹു എത്തിക്കുന്നു. വയബഅസക, നിന്നെ അള്ളാഹു പ്രേരിപ്പിക്കുന്നു. അലൽ ഖിദ്മത്തിൽ, അള്ളാഹുവിന്റെ ഖിദ്മത്തിന്റെ മേൽ. ബിമാ അംകനക, നിനക്ക് സാധ്യമാകുന്ന നിലയിൽ. ഔ ബി സിഅത്തി താഅതിക, നിന്റെ കഴിവിന്റെ വിശാലതയനുസരിച്ച്.
നിന്നോട് അള്ളാഹു നിന്നെ അള്ളാഹ് പ്രേരിപ്പിക്കുന്നു. മുഅ്തരിഫൻ ബിൽ ഖുസൂരി, നീ ഖുസൂറുകളെ ന്യൂനതകളെല്ലാം സമ്മതിച്ചു പറഞ്ഞവനായ നിലയിൽ അൻ ഹക്കി നആമിഹി, അള്ളാഹുവിന്റെ നിഅമത്തിന്റെ ഹക്ക് വീടുന്നതിനെ തൊട്ട് ന്യൂനതയുള്ള ചുരുങ്ങിപ്പോകുന്നു എൻ്റെ അവസ്ഥ, ഞാൻ അതിൽ വീഴ്ച വരുത്തുന്നു, അങ്ങനെ വീഴ്ച വരുത്തുന്നു ഞാൻ സമ്മതിച്ചവനായ നിലയിൽ അൻ ഹക്കി നആമിഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിന്റെ ഇൻആം അവന്റെ ഇഹ്സാനിന്റെ ഹക്കിനെ തൊട്ട്, ആ ഹക്ക് പാലിക്കുന്നതിനെ തൊട്ടുള്ള വീഴ്ച വരുത്തുന്നതിനെ അംഗീകരിച്ചവനായ നിലയിലും കുല്ലമാ അഗ്ഫൽത ശുക്റഹു, അള്ളാഹുവിന്റെ ശുക്രിനെ നീ തൊട്ട് നീ അശ്രദ്ധമാകുമ്പോഴെല്ലാം, ഔ അല്ലെങ്കിൽ ഫതർത്ത നീ തളർന്നുപോയി, ഔ സലൽത്ത അല്ലെങ്കിൽ കാലിടറിപ്പോയി, അങ്ങനെല്ലാം ആകുമ്പോഴെല്ലാം ആവത്ത നീ മടങ്ങി വരുന്നു, വജിത്തഹത്ത നീ പരിശ്രമിക്കുന്നു, തളറഹത്ത നീ താഴ്മ കാണിക്കുന്നു, ഇലൈഹി വബുത്തഹൽത്ത അള്ളാഹുലേക്ക് മുറിഞ്ഞുകൂടുക എന്ന് പറയും, അങ്ങേയറ്റത്ത് താഴ്മ കാണിച്ചു, തവസ്സൽത്ത അള്ളാഹുലേക്ക് തവസ്സുലാക്കുന്നു, വഖുൽത നീ പറയുന്നു, യാ അല്ലാ യാ മൗല യജമാനനെ അള്ളാഹുവേ, കമാ ബദഅത ബിൽ ഇഹ്സാനി, നീ ഇഹ്സാൻ കൊണ്ട് ആരംഭിച്ചതുപോലെ, എൻ്റെ ആരംഭത്തിൽ നീ ഇഹ്സാൻ നൽകിയതുപോലെ, ബിഫദലിക നിന്റെ ഫദൽ കൊണ്ട്, മിൻ ഗൈരി ഇസ്തിഹഖാഖിൻ, അതിന് ഈ സാധു അർഹതയില്ലാത്ത നിലയിൽ നീ എനിക്ക് ആ ഇഹ്സാൻ കൊണ്ട് ആരംഭിച്ചതുപോലെ ഫഅതിമിംഹു, അതിനെ നീ പൂർത്തിയാക്കി തരണേ, ബിഫദലിക അയ്ദൻ, വീണ്ടും നിന്റെ ഫദൽ കൊണ്ട് അതിനെ പൂർത്തിയാക്കണേ, മിൻ ഗൈരി ഇസ്തിഹഖാഖിൻ, അതിനും എനിക്ക് അർഹതയില്ല. തുനാദിഹി, നീ അള്ളാഹുവിനെ വിളിക്കുന്നു, ബിനിദാഇ ഔലിയാഇഹി, അവന്റെ ഔലിയാഹിന്റെ വിളി കൊണ്ട്, അല്ലദീനങ്ങത്തെ ഔലിയാ വജദു താജ ഹിദായത്തിഹി, അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ കിരീടത്തിന് അവരെത്തിച്ചു, വാക്കു അവർ രുചിച്ചു, ഹലാവത്ത മാരിഫത്തിഹി, അള്ളാഹുവിന്റെ മാരിഫത്തിന്റെ മാധുര്യത്തിന് അവര് രുചിച്ചു, ഫഖാഫു അലാ അൻഫുസിഹിം, അവരുടെ നഫ്സിൽ അവർ ഭയപ്പെട്ടു, ഹുർഖത്ത തർദി, ആട്ടി ഓടിക്കലിന്റെ ചൂടിന്, വല്ലിഹാദ് നിസാരതയുടെ നിന്ദിക്കലിന്റെ ചൂടിന് അവർ ഭയപ്പെട്ടു. അങ്ങനെയുള്ള ഔലിയാക്കളുടെ വിളി നീ വിളിക്കുന്നു. അങ്ങനെ വഹ്ശത്തൽ ബുഅദി വല്ലലാലത്തി, അവര് ഭയപ്പെട്ടു, പിന്നെ ആട്ടി ഓടിക്കലിന്റെ ചൂടിനെ, വഹ്ശത്തൽ ബുഅദി വല്ലലാലത്തി, അള്ളാഹു നിന്ന് അകന്നു പോകുന്നതിന്റെയും വഴികെട്ടു പോകുന്നതിന്റെയും ഏകാന്തതയെ, അതിനെക്കുറിച്ച് അവർ ഭയപ്പെട്ടു. മറാറത്തൽ അസിലി വൽ ലിസാലത്തി, അള്ളാഹുതല അനുഗ്രഹത്തിൽ നിന്ന് കളയുന്ന ആ കയ്പിനെ നീ അവർ ഭയപ്പെട്ടു. വൽ ലിസാലത്ത് നീക്കിക്കളയുന്ന അനുഗ്രഹത്തിൽ നിന്ന് നീക്കിക്കളയുന്ന ആ കയ്പിനെ അവര് ഭയപ്പെട്ടു. അങ്ങനെ ഫതളറഉ ബിൽ ബാബി, വാതിലുകളിൽ അവര് താഴ്മ കാണിച്ചു, മുസ്തഗീസീന സഹായം തേടുന്നവരായ നിലയിൽ, മദ്ദു ഇലൈഹി, അള്ളാഹുലേക്ക് അവരുടെ കരങ്ങൾ അല്ലക്കുഫ കഫുകളെ നീട്ടി, മുബ്തഹിലീന അങ്ങേയറ്റത്ത് താഴ്മ കാണിക്കുന്നവരായ നിലയിൽ, വനാദോഫിൽ ഖലവാത്തി, അവര് തനിച്ചിരിക്കുന്ന അവസരങ്ങളിൽ അവർ അള്ളാഹുവിനെ വിളിച്ചു, മുസ്തസ്രിഖിന അട്ടഹസിക്കുന്ന നിലയിൽ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹാബ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബന ഞങ്ങളുടെ കൽബുകളെ നീ ഇസാഖത്തിൽ വഴികേടിലാക്കല്ലേ, ബഅദ ഇദ് ഹദൈതന ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന് ശേഷം, വഹബ് ലനാ ഞങ്ങൾക്ക് നീ ദാനമായി നൽകണേ, മില്ലദിൻക നിന്റെ അടുക്കൽ നിന്നും, റഹ്മത്തിനെ, ഇന്നക അന്തൽ വഹാബ് എന്ന് നീ പറയും എന്ന് ആ മഹാന്മാര് പറഞ്ഞു. ആ മഹാന്മാർ അവർ അങ്ങനെ പറഞ്ഞു. അതിനെപ്പറ്റിയെല്ലാം നീ ചിന്തിച്ചു. കുൽത്തുഅന ഞാൻ പറയാം, തഖ്ദീറുഹു ഈ ആയത്തിന്റെ ഈ ദുആയുടെ സങ്കല്പം വിശദീകരണം, അല്ലാഹു അലം, അന്നാ വജദ്നാമിങ്ക പഠിച്ചവനെ ഞങ്ങൾ നിന്നിൽ നിന്ന് എത്തിച്ചു, നിഅമത്തിനെ, എന്നാൽ ഫതഅന്ന ഞങ്ങൾ രുചിച്ചു, ഫീ ഉഖ്റ മറ്റു ചില നിഅമത്തുകളിലാണ് ഞങ്ങൾ രുചി കണ്ടത്. ഫഇന്നക നിശ്ചയം നീ, നീ അൽ ജവാദു നീ ജവാദാണ്, അൽ വഹാബു നീ പിന്നെ വിശാല മനസ്സതയുള്ളവനാണ്, നീ വാരിക്കോരി ചെലവഴിക്കുന്നവനാണ്, ദാനം ചെയ്യുന്നവനാണ്. ഫകമാ വഹബ്ത ലനാ ഞങ്ങൾക്ക് നീ നൽകിയതുപോലെ, മസിയ്യത്തുൽ ഇൻആമി ഇൻആമാകുന്ന ആ മഹത്വത്തിനെ നൽകിയതുപോലെ, ഫിൽ ഇബ്തിദാഇ പ്രാരംഭത്തിൽ, ഫഹബ് ലനാ ഞങ്ങൾക്ക് നീ നൽകണേ, റഹ്മത്തുൽ ഇത്മാമി സമ്പൂർണതയുടെ റഹ്മത്തെ ഞങ്ങൾക്ക് നീ നൽകണേ, ഫിൽ ഇന്തിഹായ എൻ്റെ അവസാനത്തിൽ എന്ന് നീ പറയണം. അമാ തസ്മഉ വൈഹക നിനക്ക് നാശം, നീ കേട്ടിട്ടില്ലേ, അന്ന അവ്വല ദുആഇൻ ഏറ്റവും ആദ്യത്തെ ദുആ, അല്ലമഹു റബ്ബുൽ ആലമീന റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചതായ, ഇബാദഹുൽ മുസ്ലിമീന മുസ്ലിമുകളായ അവന്റെ ദാസന്മാർക്ക് റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ഏറ്റവും ആദ്യത്തെ ദുആയെ പറ്റി നീ കേട്ടിട്ടില്ലേ, അല്ലദീന സ്തഫാഹു എങ്ങനത്തെ മുസ്ലിമുകളായ ഇബാദുകളാണ്, അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തു, മിൻ ബൈനി ഖൽഖിഹി അവന്റെ സൃഷ്ടികളിൽ നിന്ന്. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ ദുആയെ പറ്റി നീ കേട്ടിട്ടില്ലേ,
ഹാദ ദുആഉ, ആ ദുആ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ വാക്കാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള വാക്കാണ്. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. ഐ സബ്ബിത്തിന, ഞങ്ങൾ നീ സ്ഥിരപ്പെടുത്തണേ, അലൈഹി അതിന്മേൽ, വാദിമു ഞങ്ങൾ നിത്യമാക്കണേ, ലനാ ഞങ്ങൾക്ക്, ഹാക്കഥ ഇപ്രകാരം, തതളറഉ ഇലൈഹി നീ അല്ലാഹുവിലേക്ക് താഴ്മ കാണിക്കണം, ഫഇന്നൽ ഖത്ബ അദീം കാരണം അപകടം ഭയാനകമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്.